ഹലോ ഗൈസ്, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എന്നാൽ ബിഗ് ബോസ് കാണാറുള്ളവരും കേൾക്കാറുള്ളവരുമായിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന് അതിലും വലിയ ഒരു ദിവസമാണ്. ബിക്കോസ് ബിഗ് ബോസ് സീസൺ 6 വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. സോ ജാസ്മിനെ പറ്റിയിട്ട് അഫ്സൽ കുറേ കാര്യങ്ങൾ വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. അപ്പോൾ ഒരു അപേക്ഷയുണ്ട്. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന ഓൾമോസ്റ്റ് ഒരു 80-85%, അതായത് 90% ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് ഗൈസ്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ കാണുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രോത്തിനെയും അത് സപ്പോർട്ട് ചെയ്യും. കാരണം യൂട്യൂബിൽ നമ്മൾ കയറി വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഞാൻ നേരെ തിരിച്ചായിരുന്നു. എല്ലാവരും യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഞാൻ നേരെ തിരിച്ചാണ്, ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് യൂട്യൂബിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, എനിവേസ് മാറ്ററിലേക്ക് വരാം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സീസൺ കംപ്ലീറ്റ് ആയിട്ട് ജാസ്മിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തതുപോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പൊതുവേ ഇതുപോലുള്ളൊരു റിയാലിറ്റി ഷോ, എസ്പെഷ്യലി മണി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ ആവുമ്പോൾ അവർക്ക്, അതായത് ഇതിൻ്റെ സംഘാടകർക്ക് സ്വാഭാവികമായിട്ടും ഇന്നൊരാളെ ജയിപ്പിക്കണം എന്നൊക്കെ ഉണ്ടാവും. അവരുടെ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഏത് സ്ഥലത്താണ് ഇല്ലാത്തത് അല്ലേ? അങ്ങനെ ഉണ്ടായി. അത് ജാസ്മിനാണ് എന്നുള്ളത് ഭയങ്കര എവിഡൻ്റ് ആയിരുന്നു. പലപ്പോഴും ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ജാസ്മിനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെല്ലാവരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജാസ്മിനെ ഇത്രത്തോളം ചതിച്ചതും ബിഗ് ബോസിൻ്റെ എൻ്റെ മോൾ ഷൈൻ്റെയും ക്രൂ തന്നെയാണ്. കാരണം ആൾക്കാരുടെ ഇടയിലേക്ക് ജാസ്മിനെ ഈ രീതിയിലേക്ക് പിച്ചി ചീന്താനായിട്ട് അല്ലെങ്കിൽ ഈ മാതിരി ചർച്ച ചെയ്യാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ടുകൊടുത്തത് ഈ ബിഗ് ബോസിൻ്റെ ക്രൂ തന്നെയാണ്. അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ അതിനെപ്പറ്റിയൊന്നും ഒത്തിരി സംസാരിക്കുന്നില്ല. പകരം അഫ്സൽ അമീർ, അതായത് നമ്മുടെ ജാസ്മിനുമായിട്ട് എൻഗേജ്ഡ് ആയിട്ടുണ്ടായിരുന്ന ആളുടെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അഫ്സൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് മുമ്പത്തെ ഒരു വീഡിയോ ഉണ്ട്, ജാസ്മിൻ ഈസ് ആൻ ഏഞ്ചൽ എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് എനിക്കിതിൽ ആദ്യം എടുത്ത് പറയാനായിട്ട് ആഗ്രഹമുള്ളത്. അതായത് അഫ്സൽ പറഞ്ഞതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അഫ്സലിനോട് ചെയ്തത് ശരിക്കും ഒരു ഫാദർലെസ് ആയിട്ടുള്ള പരിപാടിയാണ് എന്നുള്ളത്. കാര്യം ചതി, നമുക്കത് ആണ് പെണ്ണിനോട്, പെണ്ണാണിനോട്, ആണിനോട് ചെയ്താലും ഒക്കെ ചതി തന്നെയാണ്. അതിന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. എനിക്ക് ജാസ്മിൻ്റെ ഇന്നത്തെ ഈ ജാസ്മിനെ കുറിച്ച് അഫ്സൽ പറയുന്ന ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ, കുറച്ച് നാളുകൾക്ക് മുമ്പ് സീസൺ 6 തന്നെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു, ആര്, നമ്മുടെ റോക്കി. ഈ റോക്കി ജാസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അതായത് ജാസ്മിൻ്റെ സോറി എന്തുകൊണ്ടാണ് റോക്കി അക്സെപ്റ്റ് ചെയ്യാതിരുന്നതെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ റോക്കി പറഞ്ഞൊരു ഡയലോഗുണ്ട്, ചിരിച്ചുകൊണ്ട് പണിയാനുള്ള നല്ല കഴിവുള്ള. അതെനിക്ക് ആ ഡയലോഗ് ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നില്ല. ആ സാധനം ഞാൻ പറ്റുമെങ്കിൽ അത് ആഡ് ചെയ്യാം. ഗ്രേറ്റ് ആക്ടർ മമ്മൂട്ടി സാർ പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് വഞ്ചിക്കുകയും പിന്നെ സ്നേഹിച്ചുകൊണ്ട് ചതിക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി മിടുക്കിയാണ്. അതിന് പറ്റിയ ടീമാണ് ആര്, ജാസ്മിൻ എന്നുള്ള കാര്യം നമ്മുടെ റോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെയും ഉറപ്പിക്കുന്ന കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിൻ്റെ അകത്ത് ലൈവ് കാണുന്ന ഒരാളാണ് ഞാൻ. ബിഗ് ബോസിൻ്റെ അകത്ത് സത്യത്തിൽ ഒരു തേങ്ങയില്ല. ടിക്കറ്റ് ഫിനാലെയും പിന്നെ ഇവരുടെ ഭക്ഷണം കഴിപ്പും വെറുതെ ഇരുന്നുള്ള കുത്തിപ്പറച്ചിലും മാത്രമൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ എന്നാൽ ബിഗ് ബോസിൻ്റെ പുറത്ത് തീയാണ്. അഖിൽമാരുണ്ട്, ഇന്നാളുണ്ട്, അന്നാളുണ്ട്. ഇപ്പോൾ അഫ്സലിൻ്റെ കുറേ സാധനങ്ങൾ, അഫ്സൽ വന്നിട്ട് കുറേ കാര്യങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടിയത് എനിക്ക് തോന്നുന്നു ജാസ്മിൻ്റെ ആർമിയും കൂടെ ചേർന്ന് തന്നെയാണ്. അവർ ചോദിച്ചു, എവിടെ പ്രൂഫ്, എവിടെ അഫ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് അലി മറ്റേ നമ്മുടെ ഉയരെ സിനിമയിൽ ടോക്സിക് എന്നുള്ളത് പോലെ തന്നെ ആയിട്ടുള്ളൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോസ് നിങ്ങൾ കാണാറുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷനുമായിട്ട് തന്നെയാണ് അഫ്സൽ വന്നത്. ആൻഡ് അഫ്സൽ പറഞ്ഞു, ഈ ഒരു ബിഗ് ബോസ് ഷോ ഇത്രയും ദിവസം, ഒരു 80 ദിവസം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, ആ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ കുട്ടി അഫ്സലിന് കൊടുക്കാവുന്നതിൻ്റെ എല്ലാം എക്സ്ട്രീമായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അഫ്സൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. അതിൽ പറയുന്ന പല സ്ഥലങ്ങളിലും നമുക്കത് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാസ്മിൻ
23 വയസ്സേ ഉള്ളൂ, ഒരു പെൺകുട്ടിയാണ്. അങ്ങനെ കുറേ എക്സ്പ്ലനേഷൻസ് ആക്ച്വലി പല ഫാൻസ് പേജസും സംഭവങ്ങളൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് എനിക്ക് വന്നിട്ടുള്ള ഒരു സാധനം കൂടെ ഉണ്ട്, ഇവരുടെ PR ടീം ഭയങ്കര ടോക്സിക് ആണ്. ഭയങ്കര ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോയിന്റിന് എന്തെങ്കിലും അവർക്ക് തിരിച്ചു പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ റിലീജിയൻ അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവർ നമ്മുടെ കമൻസിൽ വന്നിട്ട് ഇടുന്നത്. അതിന് ഞാനും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ, യൂട്യൂബിൽ ഇട്ടപ്പോൾ എനിക്ക് അതിന് വലിയ റിയാക്ഷൻസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റയിൽ ഇട്ടപ്പോൾ അതിലൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഈ റിലീജിയൻ ഇൻക്ലൂഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മൈൻഡ് ചെയ്യില്ല, എനിക്കത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇത് ആഡ് ചെയ്തേനെ, അവന്മാർ ഡിലീറ്റ് ചെയ്ത് പോയി. അത് കാരണം എനിക്കത് വെക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിൻ്റെ ഉള്ളിൽ ഒരു ഫേക്ക് ക്യാരക്ടർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഫ്രം ദ ഡേ 1 മുതൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും അഫ്സൽ അതിന് ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നത് ഈ ഗബ്രിയും ജാസ്മിനും പറഞ്ഞ പോലെ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതല്ല അഫ്സലിൻ്റെ ക്ലാരിറ്റി, നല്ല വ്യക്തമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ് അഫ്സലിൻ്റെ ക്ലാരിറ്റിയും അഫ്സലിൻ്റെ പോയിൻറ്റും. എനിക്ക് സത്യത്തിൽ ഈ 23 വയസ്സുള്ള ഭയങ്കര സ്ട്രോങ് ആണെന്ന് പല പേജുകളും അവകാശപ്പെടുന്ന ജാസ്മിനോട് സത്യത്തിൽ സഹതാപവും അതുപോലെ തന്നെ വിഷമവും പുച്ഛവും ഒക്കെ തോന്നുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് മുതൽ കേട്ട് എൻ്റെ ലൈഫിൽ വിശ്വസിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്കൊരു സക്സസ് ഉണ്ടാക്കരുത്. അതുപോലെ തന്നെ നുണ പറഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ മറ്റൊരാളെ വെറുതെ ആവശ്യമില്ലാത്ത അലിഗേഷൻസ് നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഈ സാധനം ഒരു നാൾ പൊട്ടും. കള്ളങ്ങൾ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന എത്ര വലിയ കൊട്ടാരമാണെന്നുണ്ടെങ്കിൽ അതൊരു ദിവസം പൊട്ടിയിരിക്കുന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഫിറോസ് ഖാൻ മറ്റേ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെ ഒരു BB കണ്ടസ്റ്റൻ്റ് ആവരുത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെയാണ് ഈ പറയുന്ന ജാസ്മിൻ. സോ അഫ്സൽ വീഡിയോയെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് അഫ്സൽ വീഡിയോയിലൂടെ ഇട്ടിരിക്കുന്നത്. നിങ്ങൾ പോയി അഫ്സലിൻ്റെ പേജിലൂടെ കാണാനില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് യൂട്യൂബ് പേജസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാനതിവിടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലരും പറഞ്ഞു ജിൻഡോ ഒരു മണ്ടനാണ്, ആ മണ്ടൻ എന്തിന് കപ്പടിക്കണം എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതേ ചോദ്യം തന്നെയാണ് എനിക്ക് ജാസ്മിനെ കുറിച്ചും ജാസ്മിൻ ഫാൻസിനോടും ചോദിക്കാനുള്ളത്. അതായത് ജാസ്മിൻ ഇസ് എ ചീറ്റർ എന്ന് പറയുന്നത് എനിക്കറിയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ചതിക്കുന്ന ഒരാൾ, കൂടെ നിന്ന് ഇത്രയും കാലം നിന്നിട്ടുള്ള ഒരാളെ വെറും കറിവേപ്പില പോലെ എടുത്തെറിയാൻ കഴിവുള്ള ഒരാൾ, അങ്ങനെയുള്ള ഒരാൾ ജയിക്കുന്നതാണോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കാണിച്ചു തരേണ്ടത്? ഒരിക്കലും അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ ആക്ച്വലി ഇതിൻ്റെ ടൈറ്റിൽ വിന്നർ ആവാൻ 1% പോലും അർഹിക്കുന്ന ഒരാളല്ല. സോ ഇനിയെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നോക്കിയും കണ്ട് ചെയ്യാൻ. ആൻഡ് എസ്പെഷ്യലി ജാസ്മിൻ ഫാൻസ്, ജാസ്മിൻ ജാഫർ ഫാൻസ്, കമോൺ, ഇതിനെന്തെങ്കിലും ഒരു പുതിയ കഥയുമായിട്ട് നിങ്ങൾ വരണം. പക്ഷേ അഫ്സലിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ജബ്രിയുടെ ഈ പറയുന്ന പോലെ തന്നെ ക്ലാരിറ്റി ഇല്ലായ്മയും ഹോർമോണൽ പ്രശ്നങ്ങളും ഒന്നുമല്ല അഫ്സൽ പറഞ്ഞിട്ടുള്ളത്. അഫ്സലിൻ്റെത് നല്ല ഒന്നാം തരം എക്സ്പ്ലനേഷനാണ്. അഫ്സൽ അമീർ എന്ന് പറയുന്നത് അവൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ 3 റീൽസും കാണുന്നുണ്ടോ? 3 റീൽസും ആക്ച്വലി അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കണ്ടു കഴിയുമ്പോൾ കുറേയും കൂടെ ക്ലാരിറ്റി കിട്ടും ജാസ്മിൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പറ്റിയിട്ട്. എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് ജാസ്മിനെ കുറിച്ച് പറയണം എന്നുള്ളത്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഷോ ആക്ച്വലി ഒരു ബിസിനസ്സാണ്. ഇതിൽ ജാസ്മിൻ്റെ സൈഡും ബാക്കി കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നത്, ജാസ്മിൻ ഫാൻസ് എല്ലാവരും ചോദിക്കുന്നത്, ജാസ്മിൻ ഇങ്ങനെ തേജോവധം ചെയ്യാൻ മാത്രം എന്താണ് ആ കുട്ടി ചെയ്തത്? ആകെ 23 വയസ്സല്ലേ ഉള്ളൂ. ഇത് മുഴുവൻ ചെയ്യുന്നത് നമ്മളാരുമല്ല. ഈ പറയുന്ന പോലെ തന്നെ ജാസ്മിൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ബിഗ് ബോസിൻ്റെ ക്രൂവിനകത്തുള്ള ആൾക്കാർ തന്നെയാണ് ജാസ്മിൻ്റെ ഈ സാധനങ്ങളെല്ലാം നല്ല എവിഡൻ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് നമ്മുടെ മുമ്പിലേക്ക് എടുത്തിട്ട് വരുന്നത്. സോ ഇത്ര പറയാനുള്ളൂ. ജാസ്മിൻ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെയും പറഞ്ഞു, ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, അഫ്സൽ പറയുന്ന സ്റ്റോറീസ് സത്യമാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഇതിൽ 1% പോലും ടൈറ്റിൽ വിന്നർ ആവാൻ യോഗ്യതയുള്ള ഒരാളല്ല. ഇത് തന്നെയാണ് എൻ്റെ പോയിൻറ്റും. സോ ഗൈസ് പ്ലീസ് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ. നോറ ഏകദേശം ഇതിൻ്റെ വേറൊരു വേർഷനാണ്, അതിന് എനിക്കിഷ്ടമല്ല, അതും തട്ടിക്കളയണം. എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അഭിഷേക്. കാരണം നല്ല രീതിയിൽ ഗെയിംസ് കളിച്ച് വരുന്നുണ്ട്. ആ ദിവസം മുതൽ ഈ സമയം വരേക്കും ആ
ഒരു മാറ്റവും നമുക്ക് തോന്നുന്നില്ല. ജാസ്മിനെ പോലെ ഒന്നുമല്ല. വാപ്പ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗബ്രി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ, അങ്ങനെയൊന്നുമല്ല. സോ ഗൈസ്, നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത്, ആരെ ജയിപ്പിക്കണം എന്നുള്ളത്. പിന്നെ ഇറ്റ്സ് എ ഷോ, ഇറ്റ് മസ്റ്റ് ഗോ ഓൺ. നമുക്ക് കാണാം ഇനി എന്തൊക്കെ നടക്കും എന്നുള്ളത്. കത്തിക്കയറും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഇപ്പോൾ ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. എന്തായാലും എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ല, യോജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആൻഡപ്പൻ ടോക്കീസിൽ നിന്നും ആൻഡപ്പൻ സൈൻ ഓഫ് ചെയ്യാണ്. എല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക.